ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് വ്യൂവേഴ്സ് എന്നോട് തായ്ലൻഡിൽ ഇപ്പോൾ കോവിഡ് ഉണ്ടോ അല്ലെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോസിൽ കമൻസ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് ആയിട്ടും ഒക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ക്ലാരിറ്റി തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇതിൽ ഞാൻ ഇവിടുത്തെ കോവിഡ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, ട്രാവൽ എഫക്റ്റഡ് ആണോ, മാത്രമല്ല ജൂൺ ജൂലൈ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തായ്ലൻഡിൽ കോവിഡ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇസ് യെസ്. അതായത് ഇവിടെ ഇപ്പോൾ കോവിഡ് കേസസ് റിപ്പോർട്ട് ആകുന്നുണ്ട്, അത് ഫേക്ക് ന്യൂസ് അല്ല. ആൻഡ് ആസ് ഓഫ് നൗ ലൈക്ക് അറൌണ്ട് 33,000 കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്രോസ് തായ്ലൻഡ്. അതിൽ 6,000 കേസസ് എന്ന് പറഞ്ഞാൽ ബാങ്കോക്കിൽ മാത്രമായിട്ട് ഉണ്ട്. ഹെൽത്ത് അതോറിറ്റീസ് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീവർ, കോഫ്, ഫ്ലൂ സിംറ്റംസ് ഉള്ള ആൾക്കാർ സെൽഫ് ഐസൊലേറ്റ് ചെയ്യുക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ട്രാവൽ എഫക്റ്റഡ് ആണോ. അതായത് ആസ് ഓഫ് നൗ, ആസ് ഓഫ് മെയ് 23, 2025 ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതായത് ലൈഫ് ഇസ് ജസ്റ്റ് ഗോയിങ് ഓൺ ലൈക്ക് നോർമൽ. നമ്മൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ കുറച്ച് ആൾക്കാർ മാസ്ക് ഇടുന്ന കാണാം, പക്ഷേ എങ്കിലും മെജോറിറ്റി ആൾക്കാർ മാസ്ക് ഇല്ലാതെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ജസ്റ്റ് ബീങ് പ്രിക്കോഷ്യസ്. അതായത് നമ്മളൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ട്രാവൽ വരുന്നുണ്ടെങ്കിൽ ബി കോഷ്യസ്. സാനിറ്റൈസർ കൊണ്ടുവരിക, മാസ്ക് കൊണ്ടുവരിക. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം മാസ്ക് വെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഇറ്റ്സ് അപ് ടു യു. പിന്നെ ഈ ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരിലുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പനി, പിന്നെ റണ്ണി നോസ്, ഹെഡ് ഏക്ക്, ത്രോട്ട് പെയിൻ ഒക്കെയാണ്. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള റീസൺ, മൈ ഹസ്ബൻഡ് വാസ് ടെസ്റ്റഡ് പോസിറ്റീവ്. അപ്പോൾ ഹി വാസ് ലൈക്ക് ആദ്യത്തെ ഒരു ദിവസം ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം ത്രോട്ട് പെയിൻ ഒക്കെ ആയിരുന്നു. പിന്നെ ഒരു 4th ഡേ ആയപ്പോഴേക്കും റണ്ണി നോസ്. സോ ഓവറോൾ ഇവിടുത്തെ ഒരു കോവിഡ് സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കോവിഡ് ഉണ്ട്, പക്ഷേങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു ഭയാനക സിറ്റുവേഷനൊന്നും ഇല്ല. കുറച്ച് കോവിഡ് കേസസ് റിപ്പോർട്ട് ആകുന്നുണ്ട്. ഇതൊക്കെയാണ് സിംറ്റംസ്, ഈ പറഞ്ഞതൊക്കെയാണ് സിംറ്റംസ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ കൂടെ ക്യാരി ചെയ്യുക, ഒരു സാനിറ്റൈസർ, മാസ്ക് ഒക്കെ ക്യാരി ചെയ്യുക. ബി പ്രിക്കോഷ്യസ്, അത്രേ ഉള്ളൂ. പിന്നെ ആസ് ഓഫ് നൗ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഇൻ ഫ്യൂച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ആ ഒരു ജൂൺ ജൂലൈ ടൈം എന്ന് പറഞ്ഞാൽ തായ്ലൻഡിൽ മഴയുള്ള സമയമാണ്, റെയിനി സീസണാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഓഫ് സീസണാണ്. അപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് എയർ ഫെയറും അക്കോമഡേഷൻ്റെ പ്രൈസസ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. ലോവർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു സേവിങ്സ് തന്നെ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെയിനി സീസൺ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്ലാൻ എ വെക്കേഷൻ ഡ്യൂറിങ് ദാറ്റ് ടൈം. നിങ്ങളുടെ ആ ഒരു ടോട്ടൽ കോസ്റ്റിൽ നല്ലൊരു സേവിങ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ബാങ്കോക്ക് ടു ഫുക്കറ്റ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൻ്റെ പ്രൈസാണ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ലോ ആണ്. കാരണം അല്ലാത്ത സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായാലും 1,500, 2,000, 2,500 ഒക്കെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് ആകും. ഇത് ജസ്റ്റ് മാക്സിമം 1,000 താഴ്വാട്ടേ ആകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ബാങ്കോക്കിൽ വന്നിട്ട് പിന്നെ ഫുക്കറ്റ് പോയി എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ ഇറ്റ്, ഐ വിൽ സേ. ബിക്കോസ് മഴ ഉള്ളത് അതൊരു പ്ലസ് ആയിട്ട് നെഗറ്റീവ് ആയിട്ടും പറയാം. ചിലർക്ക് ഒരു പക്ഷേ അത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് താല്പര്യം ഇല്ലായിരിക്കും. മേ ബി വെറ്റ് അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാവത്തില്ലായിരിക്കും. അത് നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. എന്താണേലും ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞ കേട്ടോ. പിന്നെ കോവിഡിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.